ഹായ് ഹലോ. അപ്പോളേ നമ്മുടെ സോളാറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ പണിക്കാരെത്തിയിട്ടുണ്ട്. ഇലക്ട്രിക്കൽ വർക്കിന് 2 പേരും ഫാബ്രിക്കേഷൻ വർക്കിന് 2 പേരുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവരൊരു ടീമായിട്ട് പലയിടത്തും പോയിട്ട് ഇതേപോലെ സോളാറിൻ്റെ വർക്ക് ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചെറിയൊരു ബോക്സാണ് ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഈ ഇൻവെർട്ടറിലാണ് ഈ സോളാറിൻ്റെ മൊത്തം കൺട്രോളും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത്. ഈ സോളാർ എത്രത്തോളം എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയുന്നത് ഈ ഒരു ഇൻവെർട്ടറിൽ നിന്നാണ്. ഇതിലൊരു മോഡം കണക്ട് ചെയ്തിട്ട് വൈഫൈ വഴി നമുക്ക് ഫോണിലേക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. പിന്നെ നമ്മളുടെ ഇലക്ട്രിക്കൽ വർക്ക് നല്ല വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് തന്നെ കേട്ടോ ചെയ്യുന്നതും. ഫാബ്രിക്കേഷൻ വർക്കും മോശമൊന്നുമല്ല. ഫാബ്രിക്കേഷൻ വർക്ക് നല്ല സ്പീഡായിട്ട് എല്ലാ അതിൻ്റെ സ്ട്രക്ചർ ഫുള്ള് താഴെ നിന്ന് തന്നെ അളവും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് എല്ലാം ലെവലാക്കി വെച്ചിട്ട് അങ്ങനെ സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നത്. എന്തായാലും നമ്മളുടെ ഞാൻ ആദ്യം കാണിച്ചല്ലോ, നമ്മളുടെ ഇവിടെ നിന്നാണ് ഈ കഴുക്കോലിൽ നിന്നാണ് ഒരു ലെഗ് കൊടുത്തിട്ട് ഫ്രെയിം സെറ്റ് ചെയ്യുന്നത്. അതേപോലെ ഇലക്ട്രിക്കൽ വർക്ക് നമുക്ക് എർത്തിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്, പൊളിച്ചിരിക്കുന്നത്. അതേപോലെ ഫാബ്രിക്കേഷന് വേണ്ടിയിട്ടുള്ള 2 കാലാണ് പുറത്ത് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇത് എർത്ത് കുഴിക്കാൻ വേണ്ടിയിട്ട് കുഴിച്ച കുഴിയാണ് കേട്ടോ. ഇതിനകത്ത് ഇടുന്നത് മറ്റേ എർത്തിങ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇടുന്നൊരു കോമ്പൗണ്ടാണിത്. ഈ കോമ്പൗണ്ട് അതിലേക്ക് ഇട്ടിട്ട് കൂടെ വെള്ളവും ഒഴിച്ച് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിന് മുമ്പ് എർത്ത് കുഴി കുഴിച്ചപ്പോൾ അതിനകത്ത് കരി, മണൽ, ഉപ്പ് അങ്ങനെയൊക്കെ കുറേ ഇട്ടുണ്ടായിരുന്നല്ലോ. അതേപോലെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്നൊരു കോമ്പൗണ്ടാണ് ഈ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് 2 എർത്ത് കുഴിയിലേക്കും പിന്നെ നമ്മളുടെ ഇതുണ്ടല്ലോ മിന്നലിന് വേണ്ടിയിട്ട്, ഇടിമിന്നലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇടിമിന്നലിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കുഴിയും കൂടെ ഉണ്ട്. അതിനും കൂടെ വേണ്ടിയിട്ട്, ഇതിന് 3നും കൂടെ വേണ്ടിയിട്ടാണ് ഈ കോമ്പൗണ്ട് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇതേപോലെ വെള്ളമൊഴിച്ച് ഫുള്ള് കലക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇത് ചെടിച്ചട്ടി കമത്തി വെച്ചിരിക്കുന്നത് ആ എർത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ ഫാബ്രിക്കേഷൻ്റെ സ്ട്രക്ചർ ഏകദേശം കഴിയാറായിട്ടോ. ഇനി ക്രോസ് ഓരോ പർലിങ്ങും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാനൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫാബ്രിക്കേഷൻ എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടിമിന്നലിനുള്ള ആൻറ്റിന കേട്ടോ. ആ ആൻറ്റിനന്ന് പൈപ്പ് എർത്തിൻ്റെ കമ്പി പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്ന ക്ലാമ്പുകൾ. അതിന് വേണ്ടിയിട്ട് ഇവിടെയാണ് നമ്മൾ കാലുവീഴ്ചയാണ്. ഏകദേശം വയറിങ്ങിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി പാനൽ ഇട്ടതിന് ശേഷമാണ് ബാക്കി കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. ഇനി അടുത്ത് പാനൽ ഇടിയിൽ പരിപാടിയാണ് കേട്ടോ. പാനൽ ഏകദേശം ഒരു പാനൽ 30 കിലോ വെയിറ്റാണ് വരുന്നത്. വലിപ്പം ഉണ്ടെന്നേ ഉള്ളൂ കാണാൻ, തൂക്കം വലിയ കാര്യമായിട്ടൊന്നുമില്ല. 30 കിലോയ്ക്ക് ഉള്ളിലാണ് ഒരു പാനൽ വെയിറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ സ്ട്രക്ചറും അതിനനുസരിച്ചിട്ടൊക്കെ പറഞ്ഞത് ആകെ 6 പാനലാണ് നമുക്ക് വരുന്നത്. ജാക്ക് ക്ലാമ്പ് ഉപയോഗിച്ചിട്ടാണ് പാനൽ ഫ്രെയിമും തമ്മിൽ കണക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 പേര് മുകളിലും കയറിയുന്നുണ്ട്, 2 പേര് പാനൽ എടുത്തു കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വീഡിയോയും എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പോകാത്തത് കേട്ടോ. ബാക്കി നമ്മളൊരുവിധം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ 3 പാനലുകൾ സെറ്റ് ചെയ്തു. ഇനി നടുവിൽ മുകളിലും താഴെയുള്ള പാനലുകളുടെ നടുവിൽ ഒരു 2 അടിയിൽ നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അത് ഇടയ്ക്ക് നമ്മൾ ഈ പാനലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ താഴത്തെ ലെയറിലെ പാനലും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലൊക്കെ ഒരു 2-3 വട്ടം മഴ പെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് കേട്ടോ. ഏകദേശം 3 പാനലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്കിടെ എല്ലാം
പാനൽ ടു പാനൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, താഴേക്ക് 2.5 അടി ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഏകദേശം വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ പരിപാടി അവർ തീർത്തു കേട്ടോ. ഇത് നമ്മൾ റൂഫിൻ്റെ മുകളിൽ, വീടിൻ്റെ മുകളിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതല്ല, ഈ സോളാർ പാനൽ വെക്കുന്നതിന് നിശ്ചിത ഒരു ഡിഗ്രി ഉണ്ട്. അതായത് ടാപ്പറായിട്ട് ചെരുവ് കൊടുക്കുന്നത് നിശ്ചിത ചെരുവുണ്ട്. ആ ചെരുവിൽ തന്നെ കൊടുക്കുകയും വേണം. അപ്പോൾ ഇനി ഇത് ഇത് ചെയ്യണം. സംഭവം എല്ലാം ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി പേപ്പർ വർക്കുകൾ കുറച്ച് ചെയ്യാനുണ്ട്. KSEB എന്നുള്ള അപ്രൂവൽ കാര്യങ്ങൾ കിട്ടാനുണ്ട്. KSEB എന്നുള്ളൊരു നെറ്റ് മീറ്റർ സെറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളെല്ലാം ഉണ്ട് കേട്ടോ. ഇത് എല്ലാം കഴിഞ്ഞ് ഇനി കമ്പനിയിൽ നിന്നുള്ള ഇൻസ്പെക്ഷനും KSEB എന്നുള്ള ഇൻസ്പെക്ഷനും എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഈ സോളാർ പാനലിൻ്റെ അടിയിൽ നമുക്ക് വേറെ എക്സ്ട്രാ ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കാർ പോർച്ചായിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ രീതിക്കാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട്. നല്ല അടിപൊളിയായിട്ട് വയറിങ് കാര്യങ്ങളെല്ലാം ഫുള്ള് സീൽ ചെയ്ത് ടൈയെല്ലാം അടിച്ച് നല്ല അടിപൊളിയാക്കി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളുടെ ചുമരിൽ കൊടുത്തിരിക്കുന്ന സർക്യൂട്ട് പോകുന്ന കണക്ഷൻസ് കാര്യങ്ങളെല്ലാം ആണെങ്കിലും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് സോളാറിൻ്റെ മീറ്റർ യൂണിറ്റാണ്. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ സോളാറിൻ്റെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാൻ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. TKB ഫാം വേൾഡ് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ കാണുക. അതിനുശേഷം ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ വർക്ക് ആയിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനിയും ബാക്കിയുള്ള വീഡിയോയും കാര്യങ്ങളെല്ലാം വീണ്ടും വരും. അതുവരയ്ക്കും കാത്തിരിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.